പറ ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ്? ബേബിയുടെ ബർത്ത്ഡേ ആണോ? ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മാർച്ച് 15 നമ്മുടെ ആഞ്ചലീനയുടെ 3ാമത്തെ ബർത്ത്ഡേ ആണ്. രാവിലെ നേരം പുലർന്ന് വന്ന സമയമാണിപ്പോൾ. സൂര്യൻ്റെ അവിടെ നിന്ന് കിഴക്കിന്ന് ഉദിച്ച് വന്നേ ഉള്ളൂ. സോ നമ്മളിപ്പോൾ ആളെ എണീപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോകാൻ പോണേണ്. നമ്മളിന്നൊരു ചെറിയ ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കസിൻസും മാത്രമുള്ളൊരു കുട്ടി പാർട്ടി. അപ്പം നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഫുള്ള് നമ്മുടെ ആഞ്ചലീനയുടെ ബർത്ത്ഡേ വ്ളോഗാണ്. വലിയ പാർട്ടിയൊന്നും അല്ല നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, ഒരു കുട്ടി പാർട്ടി. നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കസിൻസും മാത്രമുള്ളൊരു കുട്ടി പാർട്ടീസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം. ഇപ്പോൾ എണീറ്റൊന്ന് ഫ്രഷപ്പ് ആയിട്ടേ ഉള്ളൂ. ഇനി ഒന്ന് ഡ്രസ്സപ്പ് ചെയ്ത് നമുക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ആളെ പോയി എണീപ്പിക്കാതെ. നമ്മുടെ ബർത്ത്ഡേ ഗേൾ നല്ല ഉറക്കത്തിലാണ്. ഈ ഒരു ഉറക്കം കണ്ട് ആർക്കായാലും വിളിച്ചെളിപ്പിക്കാൻ തോന്നില്ല. പക്ഷെ നമുക്ക് വിളിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പയ്യെ 1-2 തവണ തട്ടിയാക്കൊന്ന് മുട്ടി വിളിച്ചു നോക്കി. പക്ഷേ ആളെണീറ്റില്ല. എന്നാലും ആളെ പയ്യെ അങ്ങ് കുത്തിപ്പൊക്കി ഉടുപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോകാൻ റെഡിയാക്കി. ഒരു ഹാപ്പി ബർത്ത്ഡേ സോങ് ഒക്കെ പാടി വിളിച്ചുകൊണ്ട് നമ്മുടെ ആൾ വലിയ മടിയൊന്നും കൂടാതെ എണീറ്റ് പോന്നു. ഇപ്പോൾ ഉടുപ്പിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ ബർത്ത്ഡേ ഗേൾ ഫുൾ സെറ്റാണ്. ഇനി നേരെ പള്ളിയിലേക്ക്, നമ്മുടെ അടുത്ത് തന്നെയുള്ള നമ്മുടെ ഇടവക പള്ളിയായ മിശിഹായുടെ പള്ളിയിലേക്ക്. പള്ളിയുടെ ശരിക്കുള്ള പേര് ഹോളി ഫേസ് പിൽഗ്രിം സെൻറ്റർ എന്നാണെങ്കിലും നമ്മൾ പറയുന്നത് മിശിഹായുടെ പള്ളിയിൽ നിന്നാണ്. സോ ഇനി പള്ളിയിലേക്ക്. സത്യം പറഞ്ഞാൽ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ വണ്ടി എടുത്തു. വണ്ടി പാർക്ക് ചെയ്ത് നമ്മുടെ പപ്പയും മോളും ഒരു പാക്കറ്റ് മിഠായി ആയിട്ടാണ് നമ്മുടെ പള്ളിയിലേക്ക് വരുന്നത്. ഈ മിഠായി പാക്കറ്റ് നമ്മുടെ കുരിശുവരെ തന്നെ വെക്കാനാട്ടോ. ആഞ്ചലീനയുടെ ബർത്ത്ഡേ ആയിട്ട് ആദ്യത്തെ സ്വീറ്റ്സ് പള്ളിയിലേക്ക് തന്നെ. ദേ ഇതാണ് നമ്മുടെ മിശിഹായുടെ നടയിലെ കുരിശുവര. ഈ ഫോട്ടോ ചിലി മിശിഹായുടെ നട കുരിശുവര എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും സുപരിചിതം കേട്ടോ. വളരെ പ്രസിദ്ധമായ ഒരു അത്ഭുത തിരുസ്വരൂപവും കൂടെ ഈ കുരിശുവരയിലുണ്ട്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഗേൾ നേരെ കുരിശുവര കയറി പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് നമ്മൾ പള്ളിയിലേക്ക് പോയത്. പള്ളിയിലെ കുർബാനയുടെ സമയമൊന്നും അല്ലാത്തതുകൊണ്ട് വളരെ വിജനമായിരുന്നു. അതുകൊണ്ട് നമുക്ക് പള്ളിയിൽ കയറാനും ഇരുന്ന് പ്രാർത്ഥിക്കാനും ധാരാളം സമയം കിട്ടി. സോ കുറച്ചു നേരം നമ്മൾ പള്ളിയിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. നമുക്കിന്ന് ചെയ്തു തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. സോ നമ്മൾ അധികം വൈകാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക്. കാരണം ഡെക്കറേഷനെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ആൻജി, ഇന്നെന്താണ് സ്പെഷ്യാലിറ്റി? ബർത്ത്ഡേ ആണോ ഡെക്കറേഷൻ അല്ലേ? പറ ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ്? ബേബിയുടെ ബർത്ത്ഡേ ആണോ? എങ്ങനെയാണ് ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ട്? Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday. Hello. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ഡെക്കറേഷൻ്റെ ആദ്യത്തെ പടിയായ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. സംഭവം നമ്മൾ ഫാമിലി മെമ്പേഴ്സും കസിൻസും മാത്രമുള്ളെങ്കിലും ക്ലീനിങ് നിർബന്ധമല്ലേ. ദേ ഇവിടെയാണ് നമ്മൾ ബർത്ത്ഡേയുടെ ആ ഒരു സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഡെക്കറേഷൻ്റെ എല്ലാ ഐറ്റംസും നമ്മൾ ഓൺലൈൻ പർച്ചേസാണ്. കൂടുതലും സാധനങ്ങളും മീഷോ എന്നും പിന്നെ സെപ്റ്റോ എന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഈ ബർത്ത്ഡേ ഡെക്കറേഷൻ്റെ സെറ്റ് നമ്മൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ ഗുണം എന്തോന്ന് വെച്ചാൽ നമുക്കത് ഒരു തവണ യൂസ് ചെയ്താലും അതിലെ ഒട്ടുമിക്ക സാധനങ്ങൾ നമുക്ക് റീയൂസബിൾ ആണ്. ബലൂണിൻ്റെ സെറ്റാണെങ്കിൽ മാത്രം ബലൂൺ പിന്നീട് മാറ്റി വെക്കാൻ പറ്റില്ല നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ അടുത്ത വർഷം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബലൂൺ മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാവും. ഈ സാധനങ്ങളെല്ലാം വലിയ കേടുപാടൊന്നുമില്ലാതെ സൂക്ഷിച്ച് വെച്ചാൽ റീയൂസ് ചെയ്യാൻ പറ്റും. സോ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ഡെക്കർ സംഭവങ്ങളൊക്കെ വലിയ പരിപാടിയായിട്ടൊന്നും തോന്നില്ല. പിന്നെ ഇതിൻ്റെ ആകെയുള്ളൊരു ടാസ്ക് എന്ന് വെച്ചാൽ ഇതെല്ലാം DIY ആണ്. നമ്മൾ തന്നെ സമയമെടുത്ത് മെനക്കെട്ട് ചെയ്യണം. പക്ഷേ ഇല്ലേ, നമ്മൾ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് വലിയ സംഭവമാണ്. സോ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. ഡെക്കർ സെറ്റിൻ്റെ കൂടെ നെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നെറ്റ് നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇട്ടപ്പോൾ എന്തോ ഒരു അഭംഗി തോന്നി. സോ നമ്മുടെ കർട്ടൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നെറ്റിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള അഭിപ്രായം വന്നു. പൊതുവേ ഞങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്താലും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു പൂരപ്പുറമ്പായിരിക്കും. പക്ഷേ അവസാനം രണ്ടുപേരും ഒരുമിച്ചൊരു തീരുമാനമെടുത്ത് അതിലെത്തോട്ടോ. അങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റായി. ഇനിയുള്ള പരിപാടി ബലൂൺ വീർപ്പിക്കലാണ്. ഈ ബ്ലൂ ആൻഡ് സിൽവർ തീമിലാണ് നമ്മൾ സ്റ്റേജ് ഡെക്കർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സംഭവം പമ്പും കാര്യങ്ങളും ഉണ്ടെങ്കിലും കുറച്ച് ടാസ്ക് പരിപാടിയാണത്.
മതിയോ? അങ്ങനെ നമ്മുടെ ബലൂൺ ഡെക്കറും ഓൾമോസ്റ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം DIY ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഈ ഡെക്കറേഷൻ്റെ ഫുൾ ഐഡിയ ജോയുടെ വകയാട്ടോ. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ വരണം, ബലൂൺസ് എവിടെ പ്ലേസ് ചെയ്യണം, ഇതെല്ലാം പുള്ളിയുടെ ഐഡിയ ആട്ടോ. സോ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ജോ. പിന്നെ നമ്മുടെ ബർത്ത്ഡേ ബേബി ഇവിടെ തന്നെ കറങ്ങിടപ്പുണ്ട് കേട്ടോ. പുള്ളിക്കാരത്തി ഇതെല്ലാം കണ്ട് വളരെ എക്സൈറ്റഡ് ആണ്. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് അറിയാൻ ഞങ്ങളും ആകെ വെയിറ്റിംഗിലായിരുന്നു. ദെൻ ലൈറ്റ്സ് ഓൺ. നമ്മുടെ സ്റ്റേജിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയായിട്ട് നിങ്ങൾ കാണുന്നത്. സംഭവം നല്ല ഭംഗിയൊക്കെ ഉണ്ട്. സോ ഈ സന്തോഷത്തിൽ ആഞ്ചലീന ഒരു പാട്ട് പാടും. പിന്നെ അങ്ങനെ ഡെക്കർ കലാപരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ റൂമിലെത്തി, ഒന്ന് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടി റൂമിലെത്തിയാണ്. ആഞ്ചലീനെ കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കണേന്. ഇനി ആളെ ഒന്ന് ബർത്ത്ഡേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടിപ്പിക്കണം, നമുക്കൊന്ന് ഫ്രഷ് ആവണം. വളരെ ലോങ് ടൈം ജേണി ആയിരുന്നത്. ഉച്ചക്ക് ഒരു 12 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. എല്ലാം കഴിഞ്ഞ് ഹോളും ക്ലിയർ ചെയ്ത് എല്ലാം സെറ്റാക്കി വന്നപ്പോൾ സമയം ഇപ്പോൾ 7 മണിയാകുമ്പോൾ. അയ്യോ, ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പൊക്കെ എടുത്തായിരുന്നു. എന്നാലും നമ്മൾ കാണുമ്പോൾ ബലൂൺ വെച്ചുള്ള കുഞ്ഞു പരിപാടിയാണെങ്കിലും അതിൻ്റെ പുറകിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ആഞ്ചലീനയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയുള്ളതെന്ന് പറയുമ്പോൾ എന്തൊക്കെയൊക്കെ ആവട്ടെ. അപ്പോൾ നമുക്ക് 7 മണിക്കാണ് കേക്ക് കട്ടിങ് പറഞ്ഞത്. നമ്മൾ ഇതുവരെ ഫ്രഷപ്പായിട്ട് പോലും ഇല്ല. സോ നമുക്ക് വേഗം ഫ്രഷപ്പായിട്ട് ബാക്കി പരിപാടികൾ ഡ്രസ്സപ്പ് ചെയ്തിട്ട് കാണാം. ഡ്രസ്സപ്പ് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ബർത്ത്ഡേ ഗേളിൻ്റെ എൻട്രിയാണ് നിങ്ങളീ കാണുന്നത്. ഇതാണ് നമ്മൾ ഓടി നടന്ന് മാക്സിന്ന് പർച്ചേസ് ചെയ്ത ബർത്ത്ഡേ ഗൗൺ. മൊത്തത്തിലൊരു നീലമയം ആയതുകൊണ്ട് നമ്മൾ കേക്കും അതേ കളർ ഷെയ്ഡിലാണ് വരുന്നത്. സോ കേക്ക് അറേഞ്ച് ചെയ്ത് തന്നത് നമ്മുടെ ഫോർട്ടുച്ചില്ല ഒരു ഫേമസ് ഹോം ബേക്കറായ റൊമാരിയോസ് കേക്കാണ്. നമ്മുടെ ഡെക്കറേഷനും കേക്കും ബർത്ത്ഡേ ഗേളും എല്ലാം സെറ്റായി. ഇനിയാണ് കേക്ക് കട്ടിംഗ് എന്ന സെറമണിയിലേക്ക് നമുക്ക് കടക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. കസിൻസ് ഒക്കെ എത്തുന്നേ ഉള്ളൂ. അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ബ്ലൂ, ഗ്രീൻ ആ ഒരു കളർ ഷെയ്ഡിലുള്ള ഡ്രസ്സായിരുന്നു ധരിച്ചു വന്നത്. എന്തോ കാഴ്ചയിൽ മൊത്തത്തിലൊരു ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ ബർത്ത്ഡേ ഗേള് ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ച് മടി കാണിച്ച്. കാരണം കേക്കല്ലേ ഈ മുമ്പിലിരിക്കുന്നത്, എങ്ങനെയെങ്കിലും അതൊന്ന് കട്ട് ചെയ്താൽ മതി എന്നുള്ള തുടക്കമായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ഗേളിന്. സോ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സ് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്തായിരുന്നു നമ്മുടെ ഷാർജ എന്ന ബിനോയുടെ ഗോള്. സോ അവരെ കേക്ക് കട്ടിങ് കാണാൻ പറ്റും. നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ ഉഷാറായിരുന്നു. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇത് ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ എടുത്തവർക്കും കഴിച്ചവർക്കും എല്ലാവർക്കും ഒരു നീലമയമായിരുന്നു. സോ നമ്മുടെ ബർത്ത്ഡേ തീം അടിപൊളിയായി. മൊത്തത്തിലൊരു ബ്ലൂ മയം. അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളും കഴിഞ്ഞു. എല്ലാവരും ഒന്ന് റിലാക്സ്ഡ് ആയി. നമ്മുടെ സ്വന്തം പരിപാടി ആയതുകൊണ്ട് തന്നെ ഓടി നടന്ന് പലയിടത്തും വീഡിയോ എടുക്കാനും ചില മൊമെന്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്യാനും പറ്റിയില്ല. എന്നാലും സമയം കിട്ടിയപ്പോൾ ഞാൻ ഇറങ്ങി. ഇനിയാണ് സമ്മാനദാന ചടങ്ങ്, അല്ലല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് കൈമാറുന്ന ചടങ്ങ്. ആഞ്ചലീനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തവർക്കെല്ലാം ആഞ്ചലീന നന്നായിട്ട് താണ വണങ്ങി താങ്ക് യു പറയുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ആഞ്ചലീനക്ക് കൊടുത്ത സ്പെഷ്യൽ ബർത്ത്ഡേ സർപ്രൈസ് ഗിഫ്റ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഷോർട്സിൽ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആഞ്ചലീനയുടെ ഫുട് പ്രിന്റ് എടുത്തിട്ട് നമ്മൾ അതൊന്ന് ഫ്രെയിം ചെയ്ത് പുള്ളിക്കാരത്തേക്ക് എനിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഗിഫ്റ്റ് അൺറാപ്പിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. വളരെ ക്യൂരിയസ് ആയിട്ടാണ് നമ്മുടെ ആഞ്ചലീന ആ ഒരു ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്തത്. അതിലും ക്യൂരിയസ് ആയിരുന്നു ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ആഞ്ചലീന ആ ഒരു ഫുട് പ്രിന്റ് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പോഴേ നമ്മുടെ മനസ്സ് നിറഞ്ഞു. അതെല്ലാവരും കാണിക്കാനുള്ള ഒരു തിടുക്കത്തിലായിരുന്നു ആഞ്ചലീന. സോ നമ്മുടെ ബർത്ത്ഡേക്ക് വന്ന എല്ലാവർക്കും തന്നെ നമ്മൾ ഈ കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് വളരെ സർപ്രൈസിങ് ആയിരുന്നു. അവർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല അഭിപ്രായങ്ങളും പറഞ്ഞു. എങ്ങനെ പറയാണ്ടിരിക്കും, ഇതിൻ്റെ ഫുൾ ഐഡിയ നമ്മുടെ വകയല്ലേ. വളരെ കാലത്തിൽ ആഗ്രഹമായിരുന്നു ആഞ്ചലീനയുടെ ഫുട് പ്രിന്റ് എടുത്ത് ഫ്രെയിം ചെയ്ത് അത് ബേബിക്ക് തന്നെ കൊടുക്കണമെന്ന്. അതിന് അവസരം കിട്ടിയത് ഇപ്പോഴാണ്, 3ാമത്തെ ബർത്ത്ഡേക്ക്. സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ വല്ലാത്തൊരു പ്രൈസ്ലെസ് മൊമെൻ്റാണ് ഈ ഒരു ഗിഫ്റ്റ്. അത് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴുള്ള ആഞ്ചലീനയുടെ എക്സ്പ്രഷൻ കണ്ടിട്ടാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ സെക്ഷൻ, ഫുഡ്. ഏതൊരു പ്രോഗ്രാമിന് പോയാലും അവിടുത്തെ ഫുഡ് എടുക്കാൻ മറക്കാത്ത ഞാൻ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫുഡ് ക്യാപ്ചർ ചെയ്യാൻ വിട്ടുപോയി. എല്ലാവരും കഴിക്കുന്ന മാത്രമേ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തോ നമ്മുടെ പ്രോഗ്രാം ആയതുകൊണ്ട് തിടുക്കത്തിൽ പലതും വിട്ടുപോയി. ഫുഡ് ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി ചിക്കൻ ആയിരുന്നേ.
ഇനിയാണ് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം അൺറാപ്പ് ചെയ്യുന്ന പരിപാടി. സോ അതിനായിട്ട് ആഞ്ചലീനെ ഏൽപ്പിച്ചത് നമ്മുടെ അപ്പച്ചനെ തന്നെയാണ്. അപ്പച്ചനും അമ്മച്ചിയും കൊണ്ടുവന്ന ഗിഫ്റ്റ് അവരെ കൊണ്ട് തന്നെ അൺറാപ്പ് ചെയ്യിപ്പിച്ചു ആഞ്ചലീന. ബർത്ത്ഡേ പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞ് പോയ ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി, ചുമ്മാ ഒന്ന് റിലാക്സ്ഡ് ആവാൻ. സംഭവം ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നെങ്കിലും ഇതൊന്ന് നടത്തിയെടുക്കാൻ കുറച്ച് ദിവസത്തെ പരിശ്രമം ഉണ്ടായിരുന്നു. സോ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങി. അത്യാവശ്യം നല്ല ടയർഡ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. ചുമ്മാ ഒന്ന് കറങ്ങി ഓരോ സർബത്തും കുടിച്ച് അങ്ങ് തിരിച്ചു പോന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞ് പോയ ശേഷം നമ്മളൊന്ന് ചുമ്മാ പുറത്തേക്കൊന്ന് പോയി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഇപ്പം ദേ നമ്മൾ റൂമിലേക്ക് എത്തി. ആഗ്രഹിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്നു. ആഗ്രഹിച്ചതിലും ഒരു പടി മേളിലായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. എല്ലാം ഭംഗിയായി. ഇനി നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യണം. ആഞ്ചലീന എല്ലാവരും നല്ല ടയേർഡാണ്. കാരണം ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു നമ്മൾ. പിന്നെ പോരാത്തതിന് എന്തോ അതെ മമ്മോന് കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു. സമയം ഇപ്പം 11:30 കഴിഞ്ഞ്. ഇനിയിപ്പം ഫ്രഷപ്പ് ചെയ്ത് കിടക്കണമെന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു ഹാപ്പി ബർത്ത്ഡേ വ്ലോഗായിരുന്നു നമ്മുടെ ആഞ്ചലീനയുടെ. 3 വയസ്സിൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ് നിങ്ങളെന്ന് കണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണും വരെ